ശരിക്കും ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ നടന്നത് അയ്യപ്പ സംഗമം കൊള്ളയായിരുന്നു. ദേവസ്വം ബോർഡിന്റെ കണക്കിൽ 4000 പേരാണ് അവിടെ പങ്കെടുത്തത്. എന്നാൽ ഭക്ഷണം കൊടുത്തതിന്റെ ബില്ല് വന്നത് 5000 പേർ. സത്യത്തിൽ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തത് വെറും 600ഓളം പേർ മാത്രമാണെന്ന് ദൃശ്യങ്ങൾ വ്യക്തമാക്കും. സംഗമത്തിന്റെ അവസാന ദിവസം കൂടുതൽ പേർക്ക് ഭക്ഷണം നൽകിയെന്ന് കാട്ടിയാണ് തുക തട്ടിയെടുത്തത് എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ആരോപണം വസ്തുതാ വിരുദ്ധമെന്നാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് സത്ത പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്താണ് ബോർഡിന്റെ ആ നിരത്തിയുള്ള വിശദീകരണം? ഭക്ഷണ വിതരണത്തിൽ യാതൊരു വിവേചനവും കാട്ടിയില്ലത്രേ. ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് പുറമെ പമ്പയിലെത്തിയ അയ്യപ്പ ഭക്തർക്കും സാധാരണക്കാരായ തൊഴിലാളികൾക്കുമൊക്കെ വിഭവ സമൃദ്ധമായ ഭക്ഷണം നൽകിയത്രേ. അങ്ങനെയാണ് 5000 പേർ ഭക്ഷണം കഴിച്ചത്രേ. അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ചില കോണുകളിൽ നിന്നും ഉയരുന്ന ആരോപണങ്ങൾ അതും പൂർണ്ണമായും ഉന്തി തള്ളി നിൽക്കുകയാണ് ദേവസ്വം ബോർഡ്. ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ടിനെ പറ്റിയ തെറ്റാണെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തലയിൽ ഈ കണക്കുകൾ മൊത്തം കൊണ്ട് വെച്ചിരിക്കുകയാണ്. വിശദമായ പരിശോധനയ്ക്ക് മുമ്പേ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നത് അതുകൊണ്ട് ഉണ്ടായ സാങ്കേതിക പ്രശ്നമാണെന്നാണ് അടുത്ത തകിടം മറിച്ച്. ചാർട്ടേഡ് അക്കൗണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്ന ന്യൂനതകൾ കോടതി നിശ്ചയിച്ച സമയപരിധി പാലിക്കേണ്ടതിനാൽ ഉണ്ടായതാണെന്നും അത് ഞങ്ങളുടെ കുഴപ്പമല്ല, ചാർട്ടേഡ് അക്കൗണ്ട് കുഴപ്പമാണെന്നും അവർ തടിയൂരും. പരിപാടി നടത്തിയ ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി നൽകിയ ലിസ്റ്റിലാണ് നന്ദഗോവിന്ദ് ഭജൻസിന്റെ പേര് ഉൾപ്പെട്ടത്. ഇവന്റ് മാനേജ്മെന്റ് ഏജൻസി ദേവസ്വം ബോർഡിന്റെ ചാർട്ടേഡ് അക്കൗണ്ട് സമർപ്പിച്ച സ്റ്റേറ്റ്മെന്റിൽ അസത്യമായി ഉണ്ടായ പിശകാണ് നന്ദഗോവിന്ദ് ഭജൻസ് പരിപാടി അവതരിപ്പിച്ചു എന്ന രീതിയിൽ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാക്കിയതെന്നും ബോർഡ് പറയുന്നു. അപ്പോൾ ദേവസ്വം ബോർഡിന് യാതൊരു പങ്കുവരുന്നില്ല. അവർ പാടിയില്ല എന്ന് ബോർഡ് സമ്മതിക്കുന്നു. പക്ഷേ ഇഷാൻ ദേവിന് പാടാൻ ചെലവാക്കിയത് 8 ലക്ഷം രൂപയാണെന്ന് ഹൈക്കോടതിയിൽ സമ്മതിച്ചു. എന്നിട്ട് ഇത് പറയുന്നത് ദേവസ്വം ബോർഡ് തന്നെയാണ്. അവർ പാടിയില്ല എന്ന് സമ്മതിക്കുന്ന ദേവസ്വം ബോർഡ് പക്ഷേ ഇഷാൻ ദേവിന് പാടാൻ ചെലവാക്കിയത് 8 ലക്ഷം രൂപയാണെന്ന് ഇപ്പോൾ പുറത്തു പറയുന്നു. ഹൈക്കോടതിയിൽ പറഞ്ഞത് നന്ദഗോവിന്ദ ഭജൻസ് പാടിയെന്ന്, അവർക്ക് 8 ലക്ഷം രൂപ നൽകിയെന്ന്. ഇപ്പോൾ പറയുന്നത് ഇഷാൻ ദേവ് പാടിയെന്ന്. എന്നിട്ട് ഇതും പറയുന്ന ദേവസ്വം ബോർഡാണ്. ബില്ലുകളുടെ ആധികാരികതയും സുതാര്യതയും പൂർണ്ണമായും ഉറപ്പാക്കിയ ശേഷം മാത്രമേ തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ. ഈ മാസം 17 ചേരുന്ന ബോർഡ് യോഗത്തിൽ ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനമുണ്ടാകുമെന്നാണ് ബോർഡിന്റെ നിലപാട്. പക്ഷേ ഹൈക്കോടതിയിലെ കണക്കുകൾ ഇനി എങ്ങനെ തിരുത്തും? കോടതി മുമ്പാകെ സത്യം മാത്രമേ ബോധിപ്പിക്കാവുന്നിരിക്കെ ബോധിപ്പിച്ചിരിക്കുന്ന കണക്കുകൾ മിക്കതും സത്യമാണ്. അപ്പോൾ കണക്കുകൾ സത്യമാണ്. ഈ കണക്കുകൾ സത്യമാണെങ്കിൽ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത് അയ്യപ്പ സംഗമം കൊള്ള തന്നെയാണ്.